വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് ചെലിപ്പതി ചലഞ്ച്. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ ചലഞ്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ കുറച്ച് റൗണ്ട്സ് കാണും. അപ്പോൾ അതിൽ നമ്മളിങ്ങനെ രണ്ടുപേർക്ക് സെയിം വരുവാണെങ്കിൽ അത് വെച്ച് നമുക്ക് നമ്മുടെ രണ്ടുപേരുടെയും അവൾ പൊരുത്തം മനസ്സിലാവും. ഓക്കെ, അപ്പോൾ എന്നെ അവൾക്ക് എന്തുമാത്രം അറിയാമെന്നും മിന്നുവിനെ എനിക്ക് എത്രമാത്രം അറിയാമെന്നും നമുക്ക് മനസ്സിലാവും. അപ്പം നമ്മൾ തമ്മിൽ എഴുതുന്നതൊന്നും കാണാതിരിക്കാൻ വേണ്ടി ഈ ഒരു സംഭവം സ്ക്രീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു സ്ക്രീൻ അപ്പം മിന്നു കാണാൻ പറ്റുന്നത് ഇത്രയാണ്. ഇവിടെ ക്യാമറ ഉണ്ട്, ക്യാമറ മുമ്പിൽ വന്നിട്ട് കാണിച്ചിട്ട് കാണാൻ പറ്റുന്നു. ഓക്കെ, നമുക്ക് വേറെ തന്നെ ചളി അടിക്കാതെ ഗെയിമിലോട്ട് ചലഞ്ചിലോട്ട്. ബിഹൈൻഡ് ദ വുഡ്സ് ഉണ്ടേ. സീൻസ് ആണോ? മിന്നു നമുക്ക് എന്തോ ചലഞ്ച് എന്ന് പറഞ്ഞു തരും. മിന്നുവിന് അടുത്ത് കേൾക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടെ ഒരു മാർക്ക് എഴുതാൻ പേപ്പർ എഴുതിയിട്ടുണ്ട്. ഓരോ റൗണ്ട് കഴിയുമ്പം നമ്മൾ ഇതിനകത്ത് മാർക്ക് എഴുതും. അപ്പോൾ ആർക്കാണ് ഏറ്റവും കൂടുതൽ പോയിന്റ്സ് കിട്ടുന്നത് ആള് ഈ ചെലിപ്പതി ചലഞ്ചിൽ വിന്നറാണ്. നമുക്ക് വേഗം തന്നെ ചലഞ്ചിലോട്ട് പോകാം. മിന്നു റെഡിയാണോ? യെസ്. അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ എഴുതേണ്ടത് നിന്റെ ഫേവറേറ്റ് ഫുഡാണ്. ഓക്കെ, എനിക്ക് തെളിവുണ്ട്. അറിയാവുന്ന പോലെ എഴുതിയോ? ഇല്ല. എന്തോ അത്രയും. ഓക്കെ, ഒരുമിച്ച് കാണിക്കാതെ. നീ ആദ്യം കാണില്ലേ? ഞാൻ എഴുതിയത് ബിരിയാണിയാ. നീ ഇനി കാണിക്കല്ലേ, നോക്കരുത് ഇതിനകത്തോട്ട്. നോക്കാവോ? നോക്കട്ടെ. നോക്കിക്കോ. പൊറോട്ട. അയ്യോ ശരിയാ, എനിക്ക് അറിയാനും. എപ്പോഴായിരുന്നു നമ്മളെ ലാസ്റ്റ് റിസപ്ഷന്റെ വീഡിയോ ഇട്ടില്ലേ, അന്ന് അവള് പറഞ്ഞതേ ഉള്ളായിരുന്നു അവൾക്ക് ബീഫ്. പക്ഷേ ഞാൻ ബിരിയാണി എഴുതി. അപ്പൊ അടുത്ത റൗണ്ടില് നമ്മൾ എഴുതേണ്ടത് എന്റെ ഫേവറേറ്റ് ഫുഡാ. എനിക്ക് കിട്ടുന്നില്ല. എഴുതി. നീ എവിടെ പോയി? ഇവിടെയുണ്ട്, കാണില്ലടി. എഴുതിയോ? ഓക്കെ, അത് ഞാനല്ലേ കാണിക്കണ്ടേ, നോക്കരുത്. കാണിച്ചോ? ഞാൻ കാണിക്കാം. ഹോം മെയ്ഡ് ഫുഡ്. എനിക്ക് ഹോം മെയ്ഡ് ഫുഡാണ് ഇഷ്ടം. അമ്മ ഉണ്ടാക്കുന്ന ഫുഡെല്ലാം എനിക്ക് ഇഷ്ടമാണ്. നീ എന്തോ എഴുതിയേ? മന്തി ഓർ ബിരിയാണി. മന്തി ഓർ ബിരിയാണി. അത് ശരിയായിട്ട് മന്തി, അൽഫാം മന്തി ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഈ റൗണ്ടിൽ ആർക്കും പൂജ്യം. നമ്മൾ ഭയങ്കര കൊടുത്താട്ടോ. അപ്പൊ നമുക്ക് അടുത്ത റൗണ്ടിലോട്ട് പോവാം. ഓക്കെ, അടുത്ത റൗണ്ടിൽ നമ്മൾ പറയേണ്ടത് എന്റെ ഫേവറേറ്റ് ആക്ടർ ഏതാണെന്നാണ്. അപ്പൊ എഴുതിക്കോ. എനിക്ക് തോന്നുന്നു നമ്മുടെ വീട്ടിൽ എല്ലാവരുടെയും ഈ ഒരാളായിരിക്കും ഫേവറേറ്റ് ആക്ടർ. മലയാളത്തിനെ തന്നെയാണ്. നോ ക്ലൂസ്. ഈ ആക്ടർ അതിൽ കാണുന്നെങ്കിൽ ക്ഷമിക്കുന്നു കേട്ടോ, സ്പെല്ലിംഗ് അറിഞ്ഞു. I am be sorry, Alia. I am be sorry. എഴുതിയോ? ഇല്ല, അവനൊക്കെ ഒരു മിനിറ്റ്. ആക്ടർ അല്ലേ? ഓക്കെ, ഞാൻ കാണിക്കാം ആദ്യം. ഉണ്ടോ ഗൈസ്? അപ്പോൾ എന്റെ ഫേവറേറ്റ് ആക്ടർ എന്ന് പറയുന്നത് മോഹൻലാലാ. ഏതാ എഴുതിയേ? ഞാൻ മോഹൻലാൽ മമ്മൂട്ടി. മോഹൻലാൽ ഉണ്ടോ? ഓക്കെ ഗൈസ്, അപ്പൊ ഇതിന്റെ പോയിന്റ് നമുക്ക് എടുക്കാം. യെസ്, എന്റെ ഫേവറേറ്റ് ആക്ടർ മോഹൻലാലാണ്. അപ്പൊ നമ്മൾ അടുത്ത് നോക്കുന്ന മിന്നുവിന്റെ ഫേവറേറ്റ് ആക്ടർ ആരാണെന്നോ? എഴുതിക്കോ. എന്റെ പ്രതീക്ഷിക്കാത്ത ഒരു ആക്ടർ ആയിരുന്നു. ഓ, അപ്പൊ എനിക്ക് തെറ്റിയെന്നാ തോന്നുന്നത്. കാണിച്ചേ. നീ ആദ്യം കാണിക്കേ. ഞാൻ കാണിക്കാം. ഏതാ? തലപ്പതി വിജയ്. അപ്പൊ ഞാൻ എഴുതിയത് മോഹൻലാലായിരുന്നു. അപ്പൊ ഈ റൗണ്ടിൽ നമുക്ക് പോയി. അപ്പൊ നമുക്ക് അടുത്ത റൗണ്ടിൽ എന്താവും നോക്കാം. അപ്പോൾ നമ്മൾ അടുത്ത റൗണ്ടിൽ നോക്കുന്നത് നമ്മുടെ രണ്ടുപേരുടെയും
ഇടാൻ ഇഷ്ടമുള്ള ഫേവറേറ്റ് ഡ്രസ്സ് ഏതാണ്. ആദ്യം നമുക്ക് മിന്നുന്റെ നോക്കാം. മിന്നുന്റെ ഫേവറേറ്റ് ഡ്രസ്സ് ഏതാണെന്ന് എഴുതാം. എഴുതിയോ? ഓക്കെ, നീ കാണിക്കൂ. സ്പെല്ലിംഗ് കറക്റ്റാണോ എന്ന് എനിക്കറിഞ്ഞത്. ഏതാ? കോട്ടൺ സ്യൂട്ട്. ഓ, ഞാൻ എഴുതിയത് ജീൻസ് ആൻഡ് ടോപ്പാ. ഏകദേശമൊക്കെ മോഡേൺ ഡ്രസ് അതാണല്ലോ. എങ്കിലും കറക്റ്റ് ആയിട്ട് എഴുതാത്തതുകൊണ്ട് അതിന്റെ പോയിന്റ് ഇല്ല. അപ്പോൾ ഗൈസ്, നമ്മുടെ ഈ ക്യാമറ ഇപ്പം പിടിച്ചിരിക്കുന്ന അമ്മയാ. അപ്പൊ അമ്മ നമ്മൾ ഈ ചലഞ്ച് ചെയ്യുന്ന കണ്ടപ്പം പറഞ്ഞ അമ്മയുടെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ എഴുതാൻ. അപ്പം നമുക്ക് അമ്മയുടെ ഫേവറേറ്റ് കളർ ഏതാന്ന് നോക്കാം. ഓക്കെ, അപ്പൊ മിന്നും അമ്മയ്ക്ക് അറിയാം അമ്മയുടെ ഒരു ഫേവറേറ്റ് കളർ ഉണ്ടല്ലോ അല്ലേ? എന്തെങ്കിലും ക്ലൂ തരാനുണ്ടോ അതിനെ പറ്റി? നമ്മൾ ഈ റൂമിലുണ്ട് അത്. ഓക്കെ, എനിക്ക് ഏകദേശം ഒരു ഇതൊക്കെ ഉണ്ട്. ഇനി എഴുതി നോക്കാം. അമ്മയുടെ ഫേവറേറ്റ് കളർ ഞാൻ ഒരു എഴുതിയിട്ടുണ്ട്. നീ എഴുതിയോ? ഞാൻ പകുതി വെട്ടിയിട്ടുണ്ട്. അവൾ 5 എണ്ണം എഴുതി വെച്ച്. ഞാൻ പറഞ്ഞ ഒരെണ്ണേ പറ്റത്തോളന്ന്. ആര് കാണിക്കണം? രണ്ടുപേരും കാണിച്ചോ ഒന്നിച്ച്? നമുക്ക് ഒരുമിച്ച് കാണിക്കാം. ഞാൻ വെട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ. മോളേതാ എഴുതിയേക്കുന്നത്? പിങ്കോ? മിന്നു പിങ്ക് എഴുതിയേക്കുന്നത്. മോളേതാ എഴുതിയേക്കുന്നത്? ബ്ലൂ. ഞാൻ ബ്ലൂ എഴുതിയിരിക്കുന്നത്. ബ്ലൂ. ഏതാണ് കറക്റ്റ്? പിങ്കാ. എൻ്റെ ഫേവറേറ്റ് കളർ ലൈറ്റ് പിങ്ക് കളറാ. അപ്പൊ എനിക്ക് പോയിട്ടിട്ടേ. ഞാൻ അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല. പക്ഷെ അമ്മയ്ക്ക് പിങ്ക് ഇഷ്ടമല്ല. ക്ലൂവിൽ പറഞ്ഞ് നമ്മൾ ഈ റൂമിലുണ്ടെന്ന് വരെ പറഞ്ഞു ഞാൻ. ലൈറ്റ് ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴും ലൈറ്റ് പിങ്ക് കളർ ഈ ഇതെടുക്കത്തുള്ളായിരുന്നു, നെയിൽ പോളിഷ്. ലൈറ്റ് പിങ്ക് കളർ അല്ലാതെ ഒരു കളർ ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ എടുത്തു. എനിക്ക് അന്നേരം അതായിരുന്നു ഏറ്റവും കൂടുതൽ. ഇപ്പം എൻ്റെ ഫേവറേറ്റ് ഉള്ളത് ഇപ്പം ഇപ്പോഴും അതിന് ഒരുപാടുണ്ട്. പക്ഷെ എങ്കിലും ഒരു ആൻസറിന് വേണ്ടിയിട്ട് പറയുമ്പം ലൈറ്റ് പിങ്ക് കളർ. പിങ്ക് ഡാർക്കല്ല, ലൈറ്റ് പിങ്ക് കളർ. അപ്പം പിങ്ക് എന്നുള്ളതാണ് എൻ്റെ ആൻസർ. ഗൈസ്, ഇത് നോക്ക്. ഈ നമ്മുടെ ഈ വീടിൻ്റെ ഈ വോള് ഫുള്ള് പിങ്കാണ്. ഞാൻ എന്നിട്ട് എഴുതി വെച്ചേക്കുന്നത് നീലെന്ന്. ഞാൻ എന്താ പറഞ്ഞതെന്ന് അറിയാമോ? നമ്മുടെ ഇവിടെ ഒരു സ്റ്റാർ കിടപ്പില്ലേ, അത് ബ്ലൂ അല്ലേ? അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഇത് എന്ന് പറഞ്ഞത്, ബ്ലൂ എന്ന് പറഞ്ഞത്. പക്ഷെ ശരിക്കുള്ള കളർ ഇവിടെ ഫുൾ ഉണ്ടായിരുന്ന പിങ്ക് ആയിരുന്നു. നമുക്ക് അടുത്ത റൗണ്ടിലോട്ട് പോവാം. ഈ ഒരു ഇതിൽ മിന്നുക്കുട്ടി ജയിച്ച്, ഇനി അടുത്തതിൽ മോള് ജയിക്കണേ. അടുത്ത അമ്മയുടെ ഫേവറേറ്റ് ഫുഡ് ഒരെണ്ണം എഴുതാൻ പറ്റുള്ളൂ. ഒറ്റ ആണ് എഴുതാവും. ഞാൻ എഴുതി. പുറത്തുനിന്നതാണോ അതോ വീട്ടിലുള്ളതാണോ? എന്ത് ഒരു ക്ലൂ? ഒരു ക്ലൂ ഇല്ല. ഇതിന് ക്ലൂ ഇല്ല. വീട്ടിൽ അങ്ങനെ ഫേവറേറ്റ് ഫുഡ് വരുന്നത് നമ്മൾ സാധനങ്ങൾ വെളിയിൽ നിന്ന് മേടിച്ചിട്ട് വീട്ടിൽ വെച്ചല്ലേ കഴിക്കുന്നത്. അപ്പം അതിനകത്ത് ഒരെണ്ണമായി എനിക്ക് ഫേവറേറ്റ് അതാ. അമ്മ പറഞ്ഞ ക്ലൂ വെച്ച് നോക്കുവാണെങ്കിൽ ഇതും ഞാൻ പൊട്ടുമെന്നാണ് തോന്നുന്നത്. എഴുതി കഴിഞ്ഞാ എഴുത്. അത് ഇനി എഴുതാനുള്ള തെറ്റെന്ന് തോന്നുമെങ്കിൽ തിരുത്തി എഴുതാനുള്ള സമയമുണ്ട്, കറക്റ്റ് ചെയ്യാനുള്ള സമയമുണ്ട്. ഇപ്പോഴും എനിക്ക് ഇല്ലെങ്കിൽ ഒന്നും കിട്ടാനില്ല. എനിക്ക് ഒരെണ്ണേ കിട്ടിയുള്ളൂ. കറക്റ്റാണോ? ഞാൻ അത് നേരത്തെ എഴുതിയത് വെട്ടി വേറെ പുതിയതൊരെണ്ണം എഴുതി കേട്ടോ. ഇതായിരിക്കും. നിന്നെ എഴുതിയോ? ഇത്ര വേണ്ട സമയം? ഞാൻ 5 വരെ ഉണ്ടോ? കഴിഞ്ഞ് ഏതാ പൊതിച്ചു പോവാം. മോള് എഴുതിയേക്കണേ. ഗൈസ്, ഞാൻ ആദ്യം എഴുതിയത് പൊതിച്ചോറ്. അത് കഴിഞ്ഞ് അമ്മ ഇങ്ങനെ വെളിയിൽ നിന്ന് മേടിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അത് വെട്ടിയിട്ട് ബിരിയാണി ആക്കി. അമ്മയടുത്ത് ചോദിക്കാം. അമ്മ ഏതമ്മ? എനിക്കിത് രണ്ടുമല്ല ഞാൻ ഉദ്ദേശിച്ചത്. എനിക്ക് മീൻകറിയും ചോറും എൻ്റെ ഫേവറേറ്റ് ഫുഡ്. അമ്മ വെളിയിൽ നിന്ന് എവിടെ നിന്നാണ്? പിന്നെ മീൻ വെളിയിൽ നിന്നല്ലേ മേടിക്കുന്നത് നമ്മൾ. അരിയും നമ്മൾ വെളിയിൽ നിന്നാണ് മേടിക്കുന്നത്. ഇതിലും എനിക്ക് പോയിന്റ് കിട്ടിയില്ല. പിന്നെ ആകെ സന്തോഷം ഇവൾക്കും പോയിന്റ് കിട്ടിയില്ല. ഗൈസ്, അപ്പം നമ്മൾ ഈ കളിച്ചതിൽ 2 റൗണ്ട് അമ്മയുടെ ഫേവറേറ്റ് ആയിട്ട് നമ്മൾ നോക്കണമായിരുന്നു. അതിൽ 1 പോയിന്റ് മിന്നുവിന് കിട്ടി, ഒരെണ്ണത്തിൽ നമുക്ക് 2 പേർക്കില്ല. എനിക്കാണെങ്കിൽ ഒന്നും കിട്ടിയില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു അമ്മയുടെ ആയിരിക്കില്ല, ചിലപ്പോൾ അപ്പയുടെയിലായിരിക്കും എനിക്ക് പോയിന്റ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് അപ്പയുടെ ഒരു ഫേവറേറ്റ് സംഭവം എന്തോന്ന് നോക്കാം. അപ്പൊ അമ്മയ്ക്ക് അപ്പയുടെ പറ്റി നല്ലപോലെ അറിയാവുന്നതായിരിക്കില്ല. അപ്പൊ അമ്മയുടെ അടുത്ത് ചോദിക്കാം. അപ്പയുടെ ഫേവറേറ്റ് കളർ
കളറോ? ഇഷ്ടപ്പെട്ട എനിക്ക് തോന്നുന്നു അമ്മയ്ക്ക് ഇഷ്ടമല്ലാത്തൊരു കളറാ അപ്പയുടെ പറ്റുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു കളറാ അത്. ഓക്കെ, ഞാൻ എഴുതി. അമ്മ അവിടെ ഇരുന്നില്ല ആക്കിയുള്ളൊരു ചിരിക്കുന്നുണ്ട് ഇങ്ങനെ. ഞാനും ബ്ലാക്ക് എഴുതി. ചേട്ട ഈ കളറല്ല, ഈ കളറല്ല ചേട്ടൻ ഇഷ്ടം. ചേട്ടൻ്റെ ഇഷ്ടപ്പെട്ട കളർ റെഡ്. ഞാൻ വിചാരിച്ചത് ബ്ലാക്ക് എഴുതി പേന എടുത്തപ്പോൾ അടുത്ത റൗണ്ട് എന്തുവാന്ന് അമ്മ പറയും. 2 ഫുഡ് ഐറ്റം ഞാൻ പറയും. അതിൽ ഏത് ഫുഡ് ഐറ്റം നിങ്ങൾ അതിലൊരെണ്ണം നിങ്ങൾ സെലക്ട് ചെയ്യണം. അതില് ചിലപ്പം നമുക്ക് പോയിന്റ് കിട്ടും. ബനാന ഫ്രൈ 1, 2 ചിക്കൻ ഫ്രൈ. സിമ്പിൾ. മിന്നു കാണിച്ചു. ചിക്കൻ ഫ്രൈ. ചിക്കൻ ഫ്രൈ. ആരെങ്കിലും ചിക്കൻ ഉള്ളപ്പം പഴംപൊരി എടുക്കുമോ? അപ്പൊ എനിക്ക് ചിക്കൻ ഫ്രൈ. ഇതൊന്നും അമ്മ ഇങ്ങനെയും പോയിന്റ് കിട്ടട്ടെന്ന് വിചാരിച്ച ഈ റൗണ്ട് വന്നിരുന്നു. ഗൈസ്, അപ്പൊ ഇതാണ് നമ്മുടെ ലാസ്റ്റ് റൗണ്ട്. ഇതിൽ എന്തുവാണ് ഉള്ളതെന്ന് അമ്മ പറയും. ഇത് ഈ ഗെയിമിൽ കറക്റ്റ് ആൻസർ ആരാണോ പറയുന്നത് അത് ഒരു മനപ്പൊരുത്തത്തിന്റെ ഒരു മനസ്സിന്റെ ഒരു ഇതാ. പരസ്പരം മൈൻഡ് ചാലഞ്ച്. അതെന്തുവാന്ന് വെച്ചാൽ ഞാൻ ഒരു നമ്പർ മനസ്സിൽ വിചാരിക്കും, 1നും 10നും ഇടയ്ക്കുള്ളത്. അത് ഏത് നമ്പറാണെന്ന് നിങ്ങൾ എഴുതണം. എഴുതിക്കോ. എഴുതണോ? കാണിച്ചാൽ പോലെ കൈ വെച്ച് എന്നാലും മതി. കാണിക്കും. അപ്പൊ ഇതിൽ ആരുടെ സൈഡിലാ ശരിയെന്നുള്ളത് അമ്മ ക്യാമറ അടുത്തോട്ട് കൊണ്ടുവന്ന് കാണിക്കുന്നതായിരിക്കും. മോളെത്ര കാണിക്കുന്നത്? മിന്നു എത്ര കറക്റ്റ് കാണിയത്? 5. മീന് 7. അമ്മ ആദ്യം മുതലേ മനസ്സിൽ കരുതിയത്. രണ്ടുപേർക്കും എൻ്റെ ഇതിൽ വെച്ചുള്ള ഗെയിം വെച്ചാണെങ്കിൽ 1 പോയിന്റ് മിന്നുകുട്ടിക്ക് 1 പോയിന്റ് മൂക്കും. 2 പേർക്കും ഓരോരോ പോയിന്റ്. അമ്മയുടെ കാര്യത്തിൽ നല്ല ടോട്ടൽ ഗെയിമിൽ ആർക്കാ പോയിന്റ് കൂടുതലുള്ളതെന്നുള്ളത് നിങ്ങൾ പറയണം. മിന്നുവിന് ഏതൊക്കെ റൗണ്ടിലായിരുന്നു പോയിന്റ് കിട്ടിയത്? മീനുവിന്റെ ഫേവറേറ്റ് ആക്ടറിന്റെയും അമ്മയുടെ ഫേവറേറ്റ് കളറിനും പിന്നെ ചിക്കൻ ഫ്രൈ. അപ്പം മിന്നുവിന് മൊത്തം 3 റൗണ്ടിൽ പോയിന്റ് കിട്ടിയാണ്. അപ്പം 3 പോയിന്റ് ആണ്. എനിക്ക് ആകെ 2 പോയിന്റ് ഉള്ളൂ. അപ്പൊ നമ്മുടെ ഈ ചലഞ്ച് ജയിച്ചത് മിന്നു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലെയുള്ള പുതിയ വീഡിയോസ് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ.